എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. വാർത്തകൾ നോക്കാം വിശദമായി. ഈ മണിക്കൂർ വരുന്ന പ്രധാന വാർത്തയിലേക്ക്. പയ്യന്നൂരിൽ അനുനയ നീക്കവുമായി ജില്ലയിലെ മുതിർന്ന CPM നേതാവ് P. ജയരാജൻ. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച മുൻ ജില്ലാ കമ്മിറ്റി അംഗം V. കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി പ്രകടനം നടത്തിയ പ്രസന്നന്റെ വീട്ടിലെത്തി. പ്രസന്നന്റെ ബൈക്ക് ഇന്ന് കത്തിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ കൂടി കണ്ണൂരിൽ നിന്ന് ചേർന്നു. അജീഷ്, നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കണ്ണൂരിലെ CPM വലിയ തലവേദനയിലായിരിക്കുകയാണ്. ഇത്തരത്തിൽ ഫണ്ട് തട്ടിപ്പ് ആരോപണം വന്നതോടുകൂടി ഇപ്പോഴത്തെ CPMന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അനുനയ നീക്കത്തിനായി രംഗത്തെത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ എങ്ങനെ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ പയ്യന്നൂർ മേഖലയിൽ അവിടുത്തെ അണികൾക്ക് വലിയ രീതിയിൽ അമർഷമുണ്ട്. പ്രത്യേകിച്ച് ഈ V. കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പാർട്ടി കൃത്യമായ ഒരു മറുപടി മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ പൊതുസമക്ഷമോ നൽകിയിട്ടില്ല. പാർട്ടിക്ക് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാടുണ്ടെങ്കിൽ പോലും അത് പാർട്ടിക്കകത്ത് മാത്രമേ ഉന്നയിക്കുകയുള്ളൂ എന്നാണ് ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഈ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ കീഴ്ഘടകങ്ങളിൽ ഇന്ന് ജില്ലാ കമ്മിറ്റി എടുത്ത നടപടി വിശദീകരിക്കുകയും ഒപ്പം തന്നെ ഈ പാർട്ടി അണികളെ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരെയും അംഗങ്ങളെയും അടക്കം എന്താണ് പാർട്ടി നിലപാടുള്ളത് വിശദീകരിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന നടപടി തുടങ്ങിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി പ്രകടനം നടത്തിയ ആളുകളുടെ വീട്ടിൽ സന്ദർശനം നടത്തി അവരെ ഒപ്പം നിർത്താനുള്ള ഒരു നീക്കം തുടങ്ങി. ഇതിന്റെ ഭാഗമായിട്ടാണ് P. ജയരാജൻ തന്നെ, സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള P. ജയരാജനെ തന്നെ ഇറക്കിയിരിക്കുന്നത്. P. ജയരാജന് നിലവിൽ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ജില്ലയിൽ P. ജയരാജന് വലിയ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് പയ്യന്നൂർ പോലുള്ള മേഖലകളിൽ അണികൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തന്നെ മുൻനിർത്തി അനുനയ നീക്കം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രസന്നൻ എന്നയാളുടെ വീട്ടിൽ സന്ദർശനം നടത്തിയത്. പ്രസന്നന്റെ ബൈക്ക് ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു അക്രമികൾ കത്തിച്ചത്. വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് പുറത്തേക്ക് തള്ളി നീക്കി കൊണ്ടുപോയി കത്തിക്കുകയായിരുന്നു. ഇതിന് പിന്നിൽ CPM പ്രവർത്തകരാരെന്നാണ് ആരോപിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് P. ജയരാജൻ എത്തിയത്. അതിന് മുമ്പ് പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള P. സന്തോഷും നഗരസഭാ ചെയർമാനും ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള സരിൻ ശശിയും ഈ പ്രസന്നന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു. കൂടാതെ ഈ V. കുഞ്ഞികൃഷ്ണന്റെ സഹോദരനായിട്ടുള്ള V. നാരായണനും പാർട്ടി പ്രവർത്തകനാണ്, പാർട്ടി അനുഭാവിയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലും P. ജയരാജൻ സന്ദർശനം നടത്തിയിരുന്നു. ഈ കുഞ്ഞികൃഷ്ണൻ അനുകൂലമായിട്ട് നിൽക്കുന്നവരെ പാർട്ടി വിടാതിരിക്കാൻ, പാർട്ടിക്കൊപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഗൃഹ സന്ദർശനം. തീർച്ചയായും V. കുഞ്ഞികൃഷ്ണന്റെ ഇത്തരത്തിലുള്ള ഫണ്ട് തട്ടിപ്പ് ആരോപണം കണ്ണൂരിലെ CPMനെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉൾപ്പെടെ തന്നെ അത് പാർട്ടിയെ വലിയ രീതിയിൽ ബാധിക്കുന്നു. ഇപ്പോഴിതാ അനുനയ നീക്കത്തിനായി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. നിർണായക വ്യാപാര കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. ഡൽഹിയിലെ ഉച്ചകോടിക്ക് ശേഷമാണ് വ്യാപാര സുരക്ഷാ കരാറുകളിൽ ഇരു കക്ഷികളും ഒപ്പുവെച്ചത്. പുതുയുഗത്തിന് തുടക്കമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. ചരിത്ര മുഹൂർത്തമെന്ന് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ പറഞ്ഞു. കരാറിലൂടെ കയറ്റുമതി ചെയ്യുന്ന ഏകദേശം 90% ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഒഴിവായേക്കും. 2 പതിറ്റാണ്ടോളം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഉഭയകക്ഷി കരാറിൽ ഒപ്പുവെക്കുന്നത്. അടുത്ത കാലത്ത് ഇരു കക്ഷികൾക്കിടയിൽ പ്രഖ്യാപിക്കപ്പെട്ട സുപ്രധാന കരാറാണിത്. ഇന്ത്യയിൽ നിന്ന് യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും തീരുവയിൽ ഇളവ് നൽകും. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയും തീരുവ ഇളവ് നൽകും. സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടതോടെ പുതിയ യുഗത്തിന് തുടക്കമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. आज भारत ने अपने इतिहास का अब तक का सबसे बड़ा फ्री ट्रेड एग्रीमेंट संपन्न किया है. മദർ ഓഫ് ഓൾ ഡീൽസ് യാഥാർത്ഥ്യമായെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർലൈൻ. We did it. We delivered the mother of all deals. This trade will integrate further our supply chain and strengthen our joint manufacturing power. It will cut up to 4 billion euros in annual tariffs for exporters of all sizes. And it will create good jobs for millions of workers. പ്രതിരോധ രംഗത്ത് തന്ത്രപ്രധാന സഹകരണമാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ലക്ഷ്യമിടുന്നത്. 27 രാജ്യങ്ങളടങ്ങുന്നതാണ് യൂറോപ്യൻ യൂണിയൻ. കരാർ ഇന്ത്യയുടെ 1.4 ബില്യൺ ജനങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങളിലെ കോടിക്കണക്കിന് ആളുകൾക്കും വലിയ അവസരങ്ങളുണ്ടാക്കും. വസ്ത്രം, രത്നങ്ങൾ, ആഭരണങ്ങൾ, തുകലുൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളെ ശക്തിപ്പെടുത്തും. ഇതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരബന്ധം കൂടുതൽ ശക്തമാകുമെന്നാണ് പ്രതീക്ഷ. അതിനിടെ കരാറിലൊപ്പിട്ട യൂറോപ്യൻ യൂണിയനെതിരെ അമേരിക്ക രംഗത്തെത്തി. ഇന്ത്യയുമായി കരാറിലെത്തുന്നത് വഴി റഷ്യയ്ക്ക് സഹായം നൽകുന്നുവെന്നാണ് വിമർശനം. ന്യൂസ് ഡെസ്ക് 24.
ഇന്ത്യയുടെ 77ാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് റിപ്പബ്ലിക് ദിന വിരുന്ന് സംഘടിപ്പിച്ചു. വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളും സൗദി ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നൂറുകണക്കിന് വിശിഷ്ടാതിഥികൾ പങ്കെടുത്തു. വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. ജിദ്ദയിലെ പാർഖയാത്ത് ഹോട്ടലിലായിരുന്നു വർണ്ണാഭമായ റിപ്പബ്ലിക് ദിന വിരുന്ന് സംഘടിപ്പിച്ചത്. ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരിയും പത്നിയും ചേർന്ന് അതിഥികളെ സ്വീകരിച്ചു. സൗദി അറേബ്യയിലെ വിവിധ മന്ത്രാലയങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും വിവിധ രാജ്യങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. സാധാരണ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ കണ്ടുവരാറുള്ള കേക്ക് മുറിക്കുന്ന ചടങ്ങിന് പകരം പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് കോൺസുലേറ്റ് മാതൃകയായി. വേദിയിൽ മരം നട്ടുകൊണ്ട് പരിസ്ഥിതി പ്രതിബദ്ധത അധികൃതർ വ്യക്തമാക്കി. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന തനത് നൃത്തരൂപങ്ങൾ ചടങ്ങിന് മാറ്റുകൂട്ടി. ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട കാന്താര എന്ന സിനിമയുടെ പ്രത്യേക പ്രദർശനവും അതിഥികൾക്കായി ഒരുക്കിയിരുന്നു. കലയും സംസ്കാരവും ഇഴചേർന്ന സന്ധ്യ അതിഥികൾക്ക് വേറിട്ടൊരു അനുഭവമായി മാറി. ഇന്ത്യ സൗദി സൌഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു ജിദ്ദയിൽ നടന്ന ആഘോഷ പരിപാടികൾ. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഓസ്ട്രേലിയയിലെ പെർത്തിലും ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകൾ നടന്നു. ചിന്നു ജെറാൾഡ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 77ാം ഇന്ത്യൻ റിപ്പബ്ലിക് ദിന ആഘോഷം കോൺസുലേറ്റ് ജനറൽ ഓഫീസിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പെർത്തിലെ ഇന്ത്യൻ കൗൺസിൽ ജനറൽ ശ്രീമതി കജരി ബിശ്വാസ് ദേശീയ പതാക ഉയർത്തുകയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സന്ദേശം ചടങ്ങിൽ വായിക്കുകയും ചെയ്തു. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ജനാധിപത്യം, ഐക്യം, ഭരണഘടനാപരമായ മൂല്യങ്ങൾ എന്നിവ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ പ്രാധാന്യം സന്ദേശത്തിൽ ഊന്നിപ്പറഞ്ഞു. ഇന്ത്യൻ പ്രതിരോധ സേനയിലെ മുൻ സൈനികരും കൗൺസിൽ ജനറലിനൊപ്പം ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിൽ പങ്കെടുത്തു. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ കന്നഡശാലയിലെ വിദ്യാർത്ഥികൾ ദേശീയ ഗാനം ആലപിച്ച് ആഘോഷങ്ങൾക്ക് മാറ്റം കൂട്ടി. കലാകാരന്മാർ അവതരിപ്പിച്ച വന്ദേ മാതരം എന്ന ദേശീയ ഗാനത്തിന്റെ ആലാപനവും ഉപകരണ സംഗീതവും ദേശഭക്തി നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിച്ചു. ദേശീയ ഗീതത്തെക്കുറിച്ചുള്ള സ്വയം രചിച്ച കവിത പരിപാടിക്ക് ഒരു പ്രത്യേക ഭംഗി നൽകി. പെർത്തിലെ ഇന്ത്യൻ കൗൺസിലേറ്റിലെ കൗൺസിലും ഹെഡ് ഓഫ് ചാൻസലറുമായ ശ്രീ നരേഷ് കുമാർ നന്ദി പ്രസംഗം നടത്തി. നിരവധി സാമൂഹിക പ്രവർത്തകരും സുഹൃത്തുക്കളും ഈ ആഘോഷങ്ങളിൽ ആവേശത്തോടെ പങ്കെടുത്തു. ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെയും ഐക്യത്തെയും ഓർമ്മിപ്പിക്കുന്നതിനായിരുന്നു പെർത്തിലെ ഈ റിപ്പബ്ലിക് ദിനാഘോഷം. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി ചിന്നു ജെറാൾഡ്. ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് തൊഴിലാളികൾക്കായി വർക്ക് ഫോഴ്സ് റൺ സംഘടിപ്പിച്ചു. ദുബായ് സ്പോർട്സ് കൌൺസിലുമായി സഹകരിച്ച് നടത്തിയ വർക്ക് ഫോഴ്സ് റണ്ണിൽ ആയിരക്കണക്കിന് തൊഴിലാളികളാണ് പങ്കെടുത്തത്. തൊഴിലാളികളുടെ ആരോഗ്യം, ശാരീരികക്ഷമത, സാമൂഹിക ക്ഷേമം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ദുബായ് സ്പോർട്സ് കൗൺസിലുമായി സഹകരിച്ച് വർക്ക് ഫോഴ്സ് റൺ സംഘടിപ്പിച്ചത്. ഖുറാനിക് പാർക്കിൽ നടന്ന പരിപാടിയിൽ ദുബായിലെ വിവിധ മേഖലകളിലെ കമ്പനികളിൽ നിന്നുള്ള 1000-ലധികം തൊഴിലാളികളും ജീവനക്കാരും പങ്കാളികളായി. പരിപാടിയിൽ GDRFA ദുബായ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മർരി, ലേബർ റിലേഷൻസ് റെഗുലേഷൻ സെക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ കേണർ ഒമർ മദർ അൽ മസീന, ഡെപ്യൂട്ടി അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ കേണൽ അഹമ്മദ് അൽ ഹാഷ്മി എന്നിവർ ഉൾപ്പെടെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. സമൂഹത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും മനുഷ്യകേന്ദ്രീകൃത സമീപനം ശക്തിപ്പെടുത്തുന്നതിനുമായി വിവിധ കമ്മ്യൂണിറ്റി പദ്ധതികൾക്ക് പിന്തുണ നൽകുന്ന GDRFA ദുബായിയുടെ പ്രതിബദ്ധതയാണ് ഈ പങ്കാളിത്തത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അൽ മർരി പറഞ്ഞു. തൊഴിലാളികളിൽ പരസ്പര ബഹുമാനവും അംഗീകാരവും വളർത്തുന്നതിനൊപ്പം സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുമായി സജീവ ഇടപെടലുകൾ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 24 ദുബായ്. ദുബായിൽ പുരോഗമിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യമേളയായ ഗൾഫ് ഫുഡിന്റെ ഔദ്യോഗിക പങ്കാളിത്ത രാജ്യം ഇന്ത്യയാണ്. 2 വേദികളിലായി 161 ഇന്ത്യൻ പ്രദർശകരാണ് മേളയുടെ ഭാഗമാകുന്നത്. വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള അപ്പേഡയുടെ ഭാഗമായി തനത് ഉൽപ്പന്നങ്ങളും ടെക്നോളജികളും പ്രദർശിപ്പിക്കുന്ന പവലിയനും മേളയിലുണ്ട്.
UAEയും ഇന്ത്യയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം ഇരുകൂട്ടരും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഗൾഫ് ഫുഡിൽ ഇന്ത്യ ഔദ്യോഗിക പങ്കാളിത്ത രാജ്യമായിരിക്കുന്നത്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇന്ത്യൻ പവലിയന്റെ വലിപ്പം ഇത്തവണ ഇരട്ടിയാണ്. പ്രമുഖ ബ്രാൻഡുകളും ചെറിയ സ്റ്റാർട്ടപ്പുകളും ഉൾപ്പെടെ 161 പ്രദർശകരാണ് ഇന്ത്യയിൽ നിന്നുള്ളത്. കേരളം ഉൾപ്പെടെ 25 സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യവുമുണ്ട്. ഇന്ത്യയുടെ കാർഷിക ഭക്ഷ്യ ഉൽപ്പന്നങ്ങളൊക്കെയും ഗൾഫ് ഫുഡ്സിൽ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ വലിയ തിരക്കാണുള്ളത്. ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. വ്യവസായ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ നിന്നടക്കമുള്ള തനത് ഭക്ഷ്യോൽപ്പന്നങ്ങളും ടെക്നോളജികളും പ്രദർശിപ്പിക്കുന്നത്. ഞങ്ങൾ അട്ടപ്പാടിയിൽ നിന്നാണ്. ഞങ്ങളുടെ ഫേമിൻ്റെ പേര് മില്ലറ്റ് ഫാക്ടറി ആൻഡ് ഫാംസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ബ്രാൻഡ് നെയിം വൺലി. ഈ അപ്പിയുടെ ഒരു ഭാരതി ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ചാലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 4,000 സ്റ്റാർട്ടപ്പിനെ വിളിച്ചിട്ട് അതിൽ നിന്ന് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 10 സ്റ്റാർട്ടപ്പിൽ അപ്പിയുടെ ഭാരതി ചാലഞ്ച് ത്രൂ ഗൾഫ് ഫുഡിലേക്ക് അവർ ഒരു ഫ്രീ, അവരുടെ ഇതാണ് എക്സ്പെൻഡിച്ചർ മൊത്തം അവരുടെയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റ് ഉണ്ട്. ഇത് വന്നിട്ട് കമ്പിന്നാണ്. കമ്പും പിന്നെ നമ്മുടെ പാം ജാഗരിയും. ഈ പ്രോഡക്റ്റ് വിൽ ടേസ്റ്റ് സിമിലർ ലൈക്ക് ഹോർലിക്സ്. ഇതിനകത്ത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്, ലോ GI ആണ്, പ്രിസർവേറ്റീവ് അഡിറ്റീവ്സ് ഒന്നുമില്ല. പിള്ളേർക്കൊക്കെ ഒരു സെർവിൽ ദേ വിൽ ഗെറ്റ് 3 grams of protein. We have developed innovative and cost-effective solution to enhance the shelf life of fruits and vegetables. We are having developed 2 type of products here we are displaying now. One is the Fruity Fish Sachet. This is the sachet which comes in a secondary package. Just you have to open the package and keep this sachet in the fruits container and close the sachet and close the container, and this will increase the double the shelf life of fruits and also vegetables. We have conducted this trials on 45 different type of fruits and vegetables. ഇന്ത്യൻ സംരംഭകർക്ക് എന്നും ഒരു മികച്ച വേദിയാണ് ഗൾഫ് ഫുഡ്. മികച്ച കരാറുകൾ ഉണ്ടാകുമെന്ന് വൻകിട കമ്പനികളും സ്റ്റാർട്ടപ്പ് കമ്പനികളും ഒരുപോലെ പ്രതീക്ഷിക്കുന്നു. ക്യാമറമാൻ ശരത് ചെറുകുന്നിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ദുബായ്. തിരികെ വാർത്തകളിലേക്ക്. കുവൈറ്റിൽ പ്രവാസികൾക്ക് വ്യക്തിപരമായ ഉപയോഗത്തിന് പരമാവധി 3 വാഹനങ്ങൾ വരെ സ്വന്തമാക്കാൻ അനുമതിയുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ട്രാഫിക് ബോധവൽക്കരണ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ അബ്ദുള്ള ബുഹസനാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രവാസികൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന വാഹനങ്ങളിൽ മോട്ടോർ സൈക്കിൾ, പിക്കപ്പ്, ട്രക്കുകൾ, മറ്റു തരത്തിലുള്ള കാറുകൾ എന്നിവ ഉൾപ്പെടാമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് അനുമതി ഉണ്ടായിരിക്കും. ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിൽ പ്രധാന നയതന്ത്ര മാറ്റത്തിന് കളമൊരുങ്ങുന്നു. പ്രതിരോധ വകുപ്പ് മേധാവിയെ അമേരിക്കയിലേക്കുള്ള അംബാസിഡറായി നിയമിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിമർശനത്തെ തുടർന്ന് കെവിൻ റൂട്ട് സ്ഥാനമൊഴിയുമെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിന്റെ തീരുമാനം. പെനീന മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓസ്ട്രേലിയൻ പ്രതിരോധ വകുപ്പ് മേധാവിയായ ഗ്രെഗ് മോറിയാർട്ടിയെ US-ലേക്കുള്ള പുതിയ അംബാസിഡറായി നിയമിച്ചു. നിലവിലെ അംബാസിഡറായ കെവിൻ റെഡിന് പകരക്കാരനായാണ് ഈ നിയമനം നടക്കുക. ഈ മാറ്റം ഓസ്ട്രേലിയ US നയതന്ത്ര ബന്ധങ്ങളിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണവും തന്ത്രപരമായ പങ്കാളിത്തവും കൂടുതൽ ശക്തമാക്കാൻ പുതിയ അംബാസിഡർക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ടാകും. പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി സർക്കാരിന്റെ വിദേശ നയത്തിലെ ഒരു സുപ്രധാന നീക്കമായി ഇതിനെ നിരീക്ഷകർ കാണുന്നു. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഓസ്ട്രേലിയയ്ക്കും US-നും ഇടയിലുള്ള ബന്ധം മുൻപത്തേക്കാളും പ്രാധാന്യമർഹിക്കുന്നു. പുതിയ അംബാസിഡറുടെ നിയമനം ഈ ബന്ധങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നത് ഉറ്റുനോക്കപ്പെടുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി പെനീന മാത്യു. ദുബായ് ഗൾഫ് ഫുഡ് മേളയിൽ ശ്രദ്ധേയമായി ഓർക്ല ഇന്ത്യയുടെ പവലിയൻ. ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും തകൃതിയായി പുരോഗമിക്കുകയാണ്. UAE-യിലെ ഓരോ വീടുകളിലും ഈസ്റ്റേൺ അനിവാര്യ ഘടകമായി മാറിക്കഴിഞ്ഞെന്ന് ഓർക്ല ഇന്റർനാഷണൽ ബിസിനസ് CEO അശ്വിൻ സുബ്രഹ്മണ്യം പറഞ്ഞു. ഈസ്റ്റേൺ MTR ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ച സ്റ്റാളിൽ എപ്പോഴും വലിയ തിരക്കാണ്. ഓരോ ഉൽപ്പന്നങ്ങളും തേടിയെത്തുന്നവർ അനേകം. ഈസ്റ്റേൺ മസാലപ്പൊടികൾ, വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ പൊടി, വിവിധ സ്പൈസസ് ആൻഡ് പൗഡേഴ്സ്, അച്ചാറുകൾ തുടങ്ങി എല്ലാം പ്രദർശനത്തിനുണ്ട്. ഇൻസ്റ്റന്റ് ബ്രേക്ക്ഫാസ്റ്റ് പ്രോഡക്ട്സ് ആണ് കൂട്ടത്തിൽ ഹൈലൈറ്റ്. ഉപ്പുമാവ്, ദോശ, ഇടിയപ്പം, അപ്പം, പുട്ട്
എല്ലാം ഞൊടിയിടയിലുണ്ടാക്കാം. We are thrilled to be at Gulf Food. This is our 15th year participating at Gulf Food. It is the most important event in terms of food exhibitions where buyers and sellers come and meet. So for us, we use this as a forum to showcase our offering and also get new ideas and new inspiration as we look around and see what trends are emerging. One of the highlights this time that we are talking about at Gulf Food is the fact that we've got some recent data that just came out, and we are seeing that Eastern is the #1 Indian spice brand in all households, not only Malayali households, in all households in UAE. Also, our 5-minute breakfast is a big innovation for us. Earlier on, if you're Malayali, you know how long it takes to make puttu. Yeah. Now you can get a puttu solution in 5 minutes, right? You may not believe it, but it is true. And if you have an opportunity to try it out, you'll realize that. So actually you can pretty much say 5 minutes le 3 step perfect. UAE-യിൽ ഓരോ വീടുകളിലും ഈസ്റ്റേൺ ഉൽപ്പന്നങ്ങൾ അനിവാര്യമായി മാറി. ഏറ്റവും കൂടുതൽ വീടുകളിൽ ഉപയോഗിക്കുന്ന സ്പൈസ് ബ്രാൻഡായി ഈസ്റ്റേൺ മാറിയെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താത്തതാണ് തങ്ങളുടെ വിജയത്തിന് പിന്നിലെന്ന് ഓർക്ല ഇന്ത്യ ഇന്റർനാഷണൽ ബിസിനസ് CEO അശ്വിൻ സുബ്രഹ്മണ്യം പറഞ്ഞു. We are #1 because of the people who are watching us, who buy our product every day. ഗൾഫ് ഫുഡ് വേദികളിൽ സ്ഥിര സാന്നിധ്യമായ ഓർക്ല ഇന്ത്യയുടെ പവിലിയൻ വേൾഡ് ട്രേഡ് സെന്ററിലെ 3ാം ഹാളിലാണ്. 24 ദുബായ്. സൗദിയിലെ സ്പെഷ്യാലിറ്റി കോഫി റീറ്റെയിൽ ശൃംഖലയായ ലോകോത്തരത്തിൽ ലുലു ഗ്രൂപ്പും സുലാലത്ത് കോഫിയും കൈകോർക്കുന്നു. ദുബായിൽ നടന്ന വേൾഡ് ഓഫ് കോഫി സമ്മേളനത്തിനിടെ ഇതുമായി ബന്ധപ്പെട്ട ധാരണാപത്രം ഒപ്പുവച്ചു. ലുലു ഗ്രൂപ്പ് സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസും സുലാലത്ത് കോഫിയുടെ മാർക്കറ്റിംഗ് ഡയറക്ടർ അബ്ദുലല്ല അൽ മുർഖിയുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. പങ്കാളിത്തത്തിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിച്ച് റിയാദിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്ന ഉയർന്ന ഗുണനിലവാരമുള്ള സുലാലത്തിന്റെ സ്പെഷ്യാലിറ്റി ഗ്രേഡ് കോഫി ബീനുകൾക്ക് ലുലു ഗ്രൂപ്പ് പ്രത്യേക വിപണന സൗകര്യമൊരുക്കും. കലാലയം സാംസ്കാരിക വേദിയുടെ കീഴിൽ മക്കയിൽ നടന്ന 15ാമത് എഡിഷൻ സൗദി വെസ്റ്റ് നാഷണൽ പ്രവാസി സാഹിത്യോത്സവത്തിൽ ജിസാൻ സോൺ ജേതാക്കളായി. പ്രയാണം എന്ന പേരിൽ നടന്ന സാഹിത്യോത്സവിൽ 11 സോണിൽ നിന്നെത്തിയ 300 മത്സരാർത്ഥികൾ മാറ്റുരച്ചു. 259 പോയിന്റ് നേടി ജിസാൻ ഓവറോൾ ചാമ്പ്യന്മാരായി. ജിദ്ദ സിറ്റി 2ാം സ്ഥാനവും മദീന 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ക്യാമ്പസ് വിഭാഗത്തിൽ ജിദ്ദ നോർത്താണ് ചാമ്പ്യന്മാർ. മക്ക 2ഉം അസീർ 3ാം സ്ഥാനവും നേടി. കലാപ്രതിഭയായി മുഹമ്മദ് റബീഹിനെയും സർഗപ്രതിഭയായി ആസിഫിനെയും വനിതാ വിഭാഗത്തിൽ സർഗപ്രതിഭയായി മുംതാസിനെയും തിരഞ്ഞെടുത്തു. തിരികെ വാർത്തകളിലേക്ക്. സൗദി അറേബ്യയിലെ പ്രമുഖ FMCG വിതരണക്കാരായ സിന്താൽ ട്രേഡിംഗ് കമ്പനിയുടെ പുതിയ ശാഖ റിയാദിൽ പ്രവർത്തനം ആരംഭിച്ചു. പുതിയ സ്ഥാപനത്തിലൂടെ ചെറുകിട ഹൊറീക്ക മേഖലയിലേക്ക് കൂടി കടക്കുകയാണ് ഗ്രൂപ്പ്. പ്രീമിയം ക്വാളിറ്റി ബ്രാൻഡുകൾ ഏറ്റവും മിതമായ നിരക്കിൽ ചെറുകിട വ്യാപാരികൾക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. സൗദിയിലെ FMCG വിതരണ മേഖലയിൽ 1.5 പതിറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യമുള്ള സിന്താൽ ട്രേഡിംഗ് കമ്പനി തങ്ങളുടെ ബിസിനസ് ശൃംഖല കൂടുതൽ വിപുലീകരിക്കുകയാണ്. റിയാദിലെ ദാറുൽ ബൈദയിൽ ആരംഭിച്ച പുതിയ ശാഖയുടെ ഉദ്ഘാടനം ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൽ ഹമീദ് അബ്ദുൽ ഖാലിഖ് ഇസ്മായിൽ അൽമാസ് നിർവഹിച്ചു. ചെറുകിട വ്യാപാരികളിലേക്കും ഹൊറീക്ക വിഭാഗങ്ങളിലേക്കും കൂടി തങ്ങളുടെ സേവനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ശാഖ ആരംഭിച്ചതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. കമ്പനി CEO അബ്ദുൽ മുനീർ, റിയാദ് ബ്രാഞ്ച് മാനേജർ ഫിറോസ് ബാബു, ഗ്രൂപ്പ് ജനറൽ മാനേജർ സമീർ, അബ്ദുൽ ഖാദർ, പർച്ചേസ് മാനേജർ അബ്ദുസലാം, ഓപ്പറേഷൻസ് മാനേജർ സഫർ ഇഖ്ബാൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. നമ്മളിപ്പോൾ കഴിഞ്ഞ 15 വർഷമായിട്ട് ഹോൾസെയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് പുതിയൊരു അധ്യായം ഓപ്പൺ ആവുകയാണ്. റീറ്റെയിലും കൂടി നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ക്യാഷ് ആൻഡ് ക്യാരി, അതുപോലെ തന്നെ റീറ്റെയിൽ ബക്കാല ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിലും കൂടി നമ്മൾ ഇറങ്ങി തുടങ്ങുകയാണ്. കസ്റ്റമേഴ്സിന് ഏറ്റവും ബെനിഫിറ്റ് ആവുന്ന രീതിയിലുള്ള പ്രൈസിംഗ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ബ്രാഞ്ചുകളുള്ളത് മെയിനായിട്ട് റിയാദ്, ജിദ്ദ, കെമീസ് മുസൈത്ത്, മദീന, ദമ്മാം, ജിസാൻ പോലെയുള്ള സ്ഥലങ്ങളാണുള്ളത്. ഉടനെ തന്നെ മറ്റ് ഏരിയയിലേക്കും കൂടി നമ്മൾ ബിസിനസ്സിന് വ്യാപിക്കാൻ പോവുകയാണ്.
ഇത് ഞങ്ങൾ റീറ്റെയിൽ സംബന്ധമായിട്ട് കസ്റ്റമർക്ക് സർവീസാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. സർവീസിന് പെട്ടെന്ന് ഒരു കസ്റ്റമർ ബകാലക്കാരൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ലോഡ് ചെയ്ത് കയറി പോകപ്പെടുന്നു. ക്വാളിറ്റി പ്രീമിയം ബ്രാൻഡുകൾ ഏറ്റവും മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്ന ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനായാണ് ഈ സെയിൽസ് ഓഫീസ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഹോൾസെയിൽ, റീറ്റെയിൽ, ക്യാഷ് ആൻഡ് ക്യാരി സൌകര്യങ്ങൾ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ഇവിടെ ലഭ്യമാകും. നിലവിൽ സൗദിയിലെ പ്രധാന നഗരങ്ങളിലായി 7-ലധികം ബ്രാഞ്ചുകൾ സിന്താൾ ഗ്രൂപ്പിനുണ്ട്. സൗദിയിലെ കൂടുതൽ നഗരങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. സ്വന്തം ബ്രാൻഡിലുള്ള വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്ത് വിതരണം ചെയ്യാനുള്ള പദ്ധതികളും ഉണ്ടെന്ന് സിഇഒ അബ്ദുൽ മുനീർ അറിയിച്ചു. 24 റിയാദ്. ഒമാനിലെ സിലാൽ മലയാളി കൂട്ടായ്മ 1ാം വാർഷികം ആഘോഷിച്ചു. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ബോർഡ് അംഗം അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അഷ്റഫ്, മക്ക ഹൈപ്പർ മാർക്കറ്റ് ചെയർമാൻ മമ്മൂട്ടി, മസ്കറ്റ് KMCC പ്രസിഡന്റ് അഹമ്മദ് റയീസ്, OICC ഗ്ലോബൽ മുൻ ചെയർമാൻ കുമ്പളത്ത് ശങ്കരപ്പിള്ള തുടങ്ങിയവർ അതിഥികളായിരുന്നു. SMK അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും കുട്ടികളും ചേർന്ന് അവതരിപ്പിച്ച കലാപരിപാടികളും കായിക മത്സരങ്ങളും നടന്നു. പഴഞ്ഞിക്കാരൻ പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന കുന്നംകുളം പെരുന്നാൾ 2ാം പതിപ്പ് ഫെബ്രുവരി 1 നടക്കും. ഖിസൈസ് അമിറ്റീസ് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന പെരുന്നാൾ ആഘോഷം നടൻ ആസിഫ് അലി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. IM വിജയൻ, BK ഹരിനാരായണൻ തുടങ്ങിയ സാമൂഹിക കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തും. ഗജസംഗമം, പെരുന്നാൾ തലേക്കെട്ടുവെക്കൽ, മോഹനൻ വാര്യരുടെ നേതൃത്വത്തിൽ 51 കലാകാരന്മാരുടെ ചെണ്ടമേളം, ശിങ്കാരിമേളം, കൊട്ടിക്കയറ്റം തുടങ്ങിയവയും ഉണ്ടാകും. വിനീത് ശ്രീനിവാസനും സ്റ്റീഫൻ ദേവസിയും നയിക്കുന്ന ഷോയും പെരുന്നാളിന്റെ മാറ്റുകൂട്ടും. ഗൾഫ് ടുഡേ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. നമസ്കാരം.